നമസ്കാരം, വെൽക്കം ബാക്ക് ടു Reshmahappyland. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കിൻ്റെ വീഡിയോ ആണ്. വീട്ടിൽ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് ബീഫ് വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് ബീഫ് ബ്രെഡ് ബോക്സ് എന്ന് പേര് വന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് ഏത് മീറ്റ് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു ബോക്സിൻ്റെ ഷേപ്പിലല്ലേ കാണാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു പേര് ബ്രെഡ് ബോക്സ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ നമ്മുടെ ബ്രെഡ് ബോക്സ് ഉണ്ടാക്കാൻ പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ബീഫ് മസാല ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒരു പാനിലേക്ക് ഒഴിക്കുക. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഒരു സവാള കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കളർ ചേഞ്ച് ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഞാനിവിടെ കുറച്ചൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ സവാള നന്നായിട്ട് വഴന്നു വന്നു. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറിയ ശേഷം വേവിച്ച് വെച്ചേക്കുന്ന ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബീഫ് ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ചിക്കനോ മട്ടനോ ഏത് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാവുന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ലിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് വെക്കാം, ഇത് തന്നെ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഏത് ഫില്ലിങ്സ് വേണമെന്നുണ്ടെങ്കിലും വെക്കാവുന്നേ ഉള്ളൂ. ഓയിൽ കുറച്ച് അധികം ചേർത്തുകൊണ്ടാണ് ആ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മാത്രമേ ചേർക്കാവേ. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത്രയും വെച്ചിട്ട് ഞാനൊരു 6 ബ്രെഡ് ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ടേ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാല എല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ, ഞാനിവിടെ ചേർക്കുന്നില്ലെന്ന്. അപ്പോൾ ക്യാപ്സിക്കം ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ആ ക്യാപ്സിക്കൊക്കെ ഒന്ന് കുക്കാവണ്ടേ, അതിന് വേണ്ടി ഞാൻ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മയോനൈസാണ്. ഇത് ഹോം മെയ്ഡ് മയോനൈസാണ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊന്ന് ലൂസായി പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല കട്ടിക്ക് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടും. ഇനി ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫില്ലിങ്സ് ആയിരുന്നു കേട്ടോ, ഇത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഫില്ലിങ്സ് റെഡിയായി. ഇത്രയേ ഉള്ളൂ ഫില്ലിങ്സ്. ഇനി നമുക്ക് നേരെ ബ്രെഡ് ബോക്സ് ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് ഇതാ ഇതുപോലെ അതിൻ്റെ സൈഡ് പോർഷൻ എല്ലാം, ആ ബ്രൗൺ പോർഷൻ ഇല്ലേ, അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് എടുക്കാം. ഇനി ഇതിൻ്റെ എഡ്ജെല്ലാം നമുക്ക് കുറേശ്ശെ വെള്ളം തൊട്ട് ഇതുപോലെ ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു ബ്രെഡും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അതിൻ്റെ എഡ്ജെല്ലാം ഇതുപോലെ കുറേശ്ശെ വെള്ളം തൊട്ട് ഒന്ന് നനച്ചെടുക്കുക. ഇനി ആദ്യം സെറ്റ് ചെയ്ത് വെച്ച് ആ ബ്രെഡ് എടുക്കുക, അതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ മസാല വയ്ക്കുമ്പോൾ ഒരുപാടങ്ങ് ഓവറായിട്ട് വെക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സൈഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കുറേശ്ശെ മാത്രം മസാല വയ്ക്കുക. ഇനി ഞാൻ അതിലേക്ക് ചീസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊസില്ല ചീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി കാണാൻ ഒരു ഭംഗി. അത് നമ്മൾ കടിക്കുമ്പോൾ ആ ചീസൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരും. ഇതാകുമ്പോൾ അങ്ങനെയൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് സാധാ ചീസാണ് കിട്ടിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും വേണ്ടതെന്നുണ്ടെങ്കിൽ മയോനൈസ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് 2 ബ്രെഡും കൂടി അതിൻ്റെ സൈഡെല്ലാം വീണ്ടും കുറേശ്ശെ വെള്ളം തൊട്ട് ഒന്നുകൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം തൊട്ട് കുറേശ്ശെയായിട്ട് പതുക്കെ പതുക്കെ ഒട്ടിച്ചെടുത്താൽ മതി, അത് ഒട്ടിക്കോളും. പൊട്ടിപ്പോകത്തൊന്നുമില്ല കേട്ടോ. ഓവറായിട്ട് മസാല വയ്ക്കായിരുന്നു, അത് പൊട്ടത്തൊന്നുമില്ല. കണ്ടില്ലേ, ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി, അത് ഒട്ടിക്കോളും, പൊട്ടിപ്പോകത്തൊന്നുമില്ല. ഇനി ചെറുതായിട്ടൊന്ന് വിട്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറേശ്ശെ വെള്ളം തൊട്ട് ഒന്നുകൂടെ ഒന്ന് ഒട്ടിച്ചാൽ മതി കേട്ടോ. ഇനി അത് മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിന് ശേഷം ബ്രെഡ് ക്രംസ് ഇല്ലേ, അതിലിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണേ. പിന്നെ ഓവറായിട്ട് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് ഡിപ്പ് ചെയ്യല്ലേ കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും.
അപ്പോൾ ഇതാ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഞാനിവിടെ 6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ ഇത് ഇടാവൂ കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് കൂടെ തന്നെ നിന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയും. ഇനി ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ. ബ്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കല്ലേ ഇത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. പിന്നെ ആ ഫില്ലിങ്സ് ഉണ്ടാക്കുന്ന ആ ഒരു പാടേ ഉള്ളൂ. പിന്നെ ഇതിനായിട്ട് മാവ് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ടല്ലോ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതാ ഇവിടെ ഒരെണ്ണം ഫ്രൈ ചെയ്യുന്നേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഞാൻ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇത് നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ബീഫ് ബ്രെഡ് ബോക്സ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റം അല്ലേ ഇത്. അതുപോലെ തന്നെ ക്രിസ്പിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള ആ കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാനായിട്ട് മറന്നു പോവല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.